എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഗോമതിയും മീനാക്ഷിയും ആനന്ദം കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് അവിടെ ശ്രീകലയും മീനാക്ഷിയും ഉണ്ടായിരുന്നു. അവര് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീകലയ്ക്ക് അറിയായിരുന്നു താൻ ഗോമതിയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ന് ഉറപ്പായിട്ടും ആനന്ദ് ക്ഷേത്രത്തിലേക്ക് വരുമെന്ന്. അങ്ങനെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞപ്പോ പ്രദക്ഷിണം വെക്കാനായിട്ട് ശ്രീദേവി പോകണം. ആ ഒപ്പം തന്നെ ആനന്ദം ചെല്ലുവാണ്. അങ്ങനെ അവർ ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുവാണ്. ഈ സമയത്ത് ആനന്ദിന് എന്തൊക്കെയോ ശ്രീദേവിയോട് പറയണമെന്നുണ്ട്. പിന്നീട് ശ്രീദേവി എന്താ ആനന്ദേട്ട എന്തോ കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ അല്ല അത് പിന്നെ ഞാനത് മറന്നു. എന്തോ കാര്യമുണ്ട്, കാര്യം എന്താന്ന് പറയണ. അവസാനം ആനന്ദ് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഉദയഭാനു സാറും ആന്റിയൊക്കെ വീട് കാണാൻ വന്ന സമയത്ത് ഈ കല്യാണം മുടങ്ങി പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല ഞങ്ങളുടെ വീട് ചെറുതല്ലേ, അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നു കഴിയുമ്പം ആ വീട് ഇഷ്ടപ്പെടുവോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പോരാത്തേനും ഇപ്പോഴെനിക്കാണ് സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ല. ഈ അച്ഛൻ മുറി പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ ശ്രീദേവിക്ക് എന്ത് തോന്നും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അതാണ് കാര്യം. അതൊന്നും കുഴപ്പമില്ല ആനന്ദേട്ടാന്ന് പറയാം. എന്നാലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീദേവി. എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് നമ്മൾ ഒന്നാകും പോവാന്നുള്ള. എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. എങ്കിലും എനിക്കിത് സമാധാനം ആവർത്തോളൂ പറയണം. ഇത് കേട്ടോ ശ്രീദേവി പറഞ്ഞു അതെന്താ? അല്ല കല്യാണം മുടക്കാനായിട്ട് ചുറ്റും കുറെ അധികം ആൾക്കാരുണ്ടല്ലോ. ശ്രീദേവിയുടെ അച്ഛനാണെങ്കിലും പറഞ്ഞല്ലോ കല്യാണം മുടക്കാനായിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തിട്ടൊരു ഭയമുണ്ട്. ഈ കല്യാണം ഒരുപക്ഷെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ മുടങ്ങിപ്പോയ എന്റെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടി ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയാം. ശ്രീദേവി പറഞ്ഞു ആനന്ദേണ്ണ അങ്ങനെയുള്ള ഭയമൊന്നും വേണ്ടാന്ന് പറയാം. അങ്ങനെ അവര് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മീനാക്ഷി വരുവാണ്. നടക്കട്ടെ അമ്പലമാന്നുള്ള വിചാരമൊക്കെ വേണമെന്ന് പറയാം. അത് കേട്ടതും ആനന്ദ് പറഞ്ഞു ഒന്ന് പോ മീനാക്ഷി എന്ന് പറയാണ്. ശ്രീദേവി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. കുറച്ചു സമയം കൂടെ അവരോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയം ഗോമതിയോട് വലിയ പൊങ്ങൽ വർത്താനം പറയുവാണ് ശ്രീകല. എന്റെ മോളുണ്ടല്ലോ അവൾക്ക് ഭയങ്കര ഭക്തിയാ. അവളാണെങ്കിൽ ദിവസേന എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് വരും. അവൾക്ക് വരാൻ പറ്റുന്ന സമയത്തല്ല അവള് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴും. അത്രയ്ക്ക് നല്ല ഭക്തിയുള്ള കൂട്ടത്തിൽ അവളെന്നൊക്കെ പറയാം. ഇതെല്ലാം കേട്ടപ്പോ ഗോമതി പറഞ്ഞു ഞങ്ങളുടെ ഭാഗ്യം, അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു മോളെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയാം. അത് ആ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അവളതെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അവള് മിടുമിടിക്കുക. ചെറുപ്പത്തിലെ മുതല് ഞാൻ എല്ലാ കാര്യവും അവളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വേലക്കാരുണ്ടെങ്കിൽ പോലും അതൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും അവളെ പഠിപ്പിച്ചു. ഒരു പെൺകുട്ടി ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണമല്ലോ. അതുകൊണ്ടാ നാളെ ഒരു വേറെ വീട്ടിൽ ചെന്ന് താമസിക്കേണ്ടല്ലേ. ഒരു പക്ഷെ നമ്മുടെ വീട്ടിലത്തെ സുഖ സൗകര്യങ്ങളൊന്നും അവർ കാണത്തില്ല. അതുകൊണ്ടാന്ന് പറയണ. ഗോമതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ ശ്രീകല പറഞ്ഞെന്നൊക്കെ പറയാം. അങ്ങനെ കുറെ സമയങ്ങൾ സംസാരിച്ചു എന്നിട്ടാണ് അവര് പോണേ. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതെ എനിക്ക് നല്ല സംശയമുണ്ട്. ആനന്ദേണ്ണൻ നമ്മളും ചെല്ലുന്നോണ്ടാണോ ഇന്ന് ശ്രീദേവി ക്ഷേത്രത്തിലേക്ക് വന്നേന്ന്. അതെന്താ നമ്മൾ അങ്ങനെ എന്റെ മനസ്സ് അങ്ങനെ പറഞ്ഞു പറയണം. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു എന്താ കുഴപ്പം? ആനന്ദ് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ശ്രീദേവിനെ ഒന്ന് കാണാൻ പറ്റില്ല എന്ന് പറയാം. അതെ അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ്. പിന്നീട് ശ്രീകല ശ്രീദേവിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് പോയിട്ട്? ആനന്ദിനെ കണ്ടോന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ കാര്യമില്ല ഉദയേട്ടാ, ഉറപ്പായിട്ടും ആനന്ദ് വരൂന്ന് വന്നിട്ടുണ്ടായിരുന്നു പറയാം. ഇവൾക്ക് സംസാരിക്കാനൊക്കെ എന്തൊരു ചമ്മലായിരുന്നു അറിയാവോ. ഇത് കേട്ട ഉദയഭാനു പറഞ്ഞു എന്തിനടി മോളെ നീ ചമ്മന്നേ? ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തി താലി അടത്താനുള്ളവനല്ലേ അവനെന്ന് ചോദിക്കാം. എന്റെ അച്ഛാ എനിക്കിതൊന്നും സെറ്റ് ആവത്തില്ലെന്ന് അറിയാലോ. ഇവളെ കൊണ്ട് ഞാൻ മടുത്തു പോവുള്ളൂ. ഈ സമയത്തൊക്കെയാണ് വേറെ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ ഫോൺ വിളിച്ച് സെറ്റാവും. ഇവൾക്ക് അതിനൊന്നും കഴിയത്തില്ല. എന്റെ ഒരു ഗതികേടെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണമെന്ന് പറയാം. ഒരു കാരണവശാലും ഇനിയിപ്പൊ അവന് ഇവളെ ഇട്ടിട്ട് പോവരുത്. അവന്റെ മനസ്സിൽ ഇവളോട് പ്രണയം തോന്നണം. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടുകളൊക്കെ ഞാൻ ഈ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. അത് ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ചോദിക്കുക. ഈ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ നടത്തുന്ന പെടാപ്പാട് എത്രമാത്രമാണ്? ശ്രീദേവി പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആനന്ദേണ്ണനെ കാണുമ്പോ തന്നെ എന്റെ കൈയും കാലും വിറയ്ക്കുക. ഇത്ര വലിയ ചതിയാണല്ലോ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. അത് കേട്ടും ഉദയഭാനു പറഞ്ഞു അത് നമ്മളെന്താ ചതി ചെയ്യുന്നേ? നമുക്ക് കുറച്ച് പണം കുറവായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചതിയും കാര്യവും ഒന്നും ചെയ്യുന്നില്ലോ എന്ന് പറയണം. ശ്രീകല പറഞ്ഞു അത് ശരിയാ, പക്ഷെ ഇവളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. കടക്കാര് ചുറ്റും നിൽക്കുക. എങ്ങനെയെങ്കിലും ഇവൾ ആ വീട്ടിലേക്ക് കയറി പറ്റിയിട്ട് വേണം അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ വീട്ടാനായിട്ട്. ഒരുത്തിയെങ്കിലും രക്ഷപ്പെട്ടു പോവാണെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് കരുതിയിട്ടൊക്കെയാന്ന് പറയാണ്. പിന്നീട് ശ്രീദേവി പറഞ്ഞു ഈ അമ്മേനെ കൊണ്ട് തോറ്റു പോകുള്ളൂ. ഞാൻ പറഞ്ഞു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. ആ സമയം മീനാക്ഷിയും ഗോമതി ആനന്ദും കൂടെ
ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ബാലൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനുണ്ട്. ഇനിയിപ്പോ കല്യാണം അടുത്ത് വരുമല്ലേ, അധിക ദിവസമൊന്നും ബാക്കിയില്ലല്ലോ, അതിനു മുമ്പ് വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കണമെന്ന് പറയാണ്. ഗോമതി പറഞ്ഞു, അതിന് വരെ ബാലേട്ടൻ പോയി വിളിച്ചാ പോരെ, ഫോണിൽ കൂടെ വിളിക്കുന്നവരെ ഫോണിൽ കൂടെ വിളിച്ചാൽ പോരെ നീക്കാം. ബാലൻ പറഞ്ഞു, അതുപോരാ, നേരിട്ട് വിളിക്കേണ്ട കുറെ ആൾക്കാരുണ്ട്, ഞാനൊരു ലിസ്റ്റ് തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ആ ലിസ്റ്റ് അങ്ങ് എടുക്കുക. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, ഇങ്ങ് തന്നയാളെ ഞാൻ നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അത് മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മ ചോദിച്ചു, ഇതെന്താ ഗുണവപ്പേര് രജിസ്റ്ററോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അല്ല ഇവരെല്ലാം വിളിക്കാനുള്ളതാണോ അളിയാന്ന് ചോദിക്കുക. പിന്നല്ലാതെ, കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കല്യാണമല്ലേ, അതിഗംഭീരമായിട്ട് തന്നെ വേണം നടക്കാനായിട്ട്, ഒന്നിനും ഒരു കുറവ് വരില്ലെന്ന് പറയാം. ഗോമതി പറഞ്ഞു, അല്ല ബാലേട്ടാ, അത് പിന്നെ എന്ത്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, നാളെ മുതൽ കല്യാണം വിളി തുടങ്ങണമെന്ന് പറയാം. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അത് കുഴപ്പമില്ല, അച്ഛൻ പോയി വിളിച്ചോ, ഞാനും ധർമ്മമ്മനും കടയിലിരുന്നോളെന്ന് പറയണം. ഞാൻ പോയി വിളിക്കാനാ? അതെ, ഞാൻ പോയി വിളിക്കേണ്ട കുറച്ച് അത്യാവശ്യപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ചോളാം, ബാക്കി കല്യാണം വിളിക്കാനായിട്ട് ഇതേ മീനാക്ഷിയും ഗോമതിയും കൂടെ പോയാൽ മതി എന്ന് പറയണേ. ഞങ്ങളോ? അപ്പം പെട്ടെന്ന് മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, എനിക്കങ്ങനെ ലീവ് എടുക്കാൻ പറ്റത്തൊന്നുമില്ല. ലീവ് എടുക്കാൻ പറ്റത്തില്ലെന്നോ? നീ എന്താ പറയണേ? ഇവിടെ ഇത്ര വലിയൊരു കല്യാണം നടക്കുമ്പോഴത്തേനും നിനക്ക് ലീവ് എടുക്കാൻ പറ്റില്ലെന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണത്തിന് മുമ്പ് കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇത് കേട്ടോ മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മീനാക്ഷി പറഞ്ഞു, അച്ഛാ ഈയിടെ തന്നെ അല്ലെങ്കിൽ തന്നെ കുറച്ച് ലീവായി, എപ്പോഴും അങ്ങനെ ലീവ് ഒന്നും ചോദിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ മുതല് നിങ്ങൾ തന്നെ കല്യാണം വിളിക്കാനായിട്ട് പോയാനായിട്ട്. ആകാശനും ധർമ്മനും ഒക്കെ കടയിലേക്ക് വരാനുള്ളതാ. അത് മാത്രമല്ല വേറെ ആരും ഇവിടെ ഇല്ല കല്യാണം വിളിക്കാൻ പോകാനായിട്ട്. അപ്പൊ ഗോമതിയിലൂടെ നീ വേണം ചെല്ലാനെന്ന് പറയാം. അനുസരിക്ക് ക്ലാസ്സിൽ പോകണ്ടല്ലേ നിൽക്കും. അപ്പൊ അനുസരിക്ക് ക്ലാസ്സിൽ പോകണം, തനിക്ക് ലീവ് എടുക്കണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അവസാനം ബാലൻ പറഞ്ഞു, എന്ത് തന്നെയാണല്ലോ ആ നടക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. മീനാക്ഷിക്ക് സങ്കടവും ദേഷ്യം വന്നു. മീനാക്ഷി ഗോമതിയോട് പറഞ്ഞു, അമ്മ എന്താ അമ്മ അച്ഛൻ ഇങ്ങനെ തുടങ്ങുന്നേ, എനിക്ക് എന്താണല്ലോ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഗോമതി, നമ്മൾക്ക് അപ്പം പറയാൻ മേലായിരുന്നോ? പിന്നെ ഞാൻ എത്ര വട്ടം പറഞ്ഞു. ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ആ സമയം ആകാശം അങ്ങോട്ട് വന്നു. ആകാശം വന്നിട്ട്, എന്താ മീനാക്ഷി, എന്താ കാര്യം ചോദിക്കാം. എന്ത് കുന്തം, ഞാൻ ഒന്നും പറയണില്ല എന്ന് പറയാം. ആകാശിന് പറയാൻ മേലായിരുന്നോ അവൾക്ക് ജോലിക്ക് പോണെന്ന്? ആകാശം എന്താ ഒന്നും മിണ്ടായിരുന്നു ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛൻ പറഞ്ഞു കഴിയുമ്പോ അച്ഛൻ പറഞ്ഞു കഴിയുമ്പത്തേനും ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ അങ്ങോട്ട് നിന്നോണം, ഒരക്ഷരം പോലും തിരിച്ചു പറയരുത്. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇങ്ങനെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ മേഡത്തിനോട് എന്ത് പറയാനാ? കഴിഞ്ഞ ദിവസം തന്നെ ലീവോടെ ലീവ് തന്നെയായിരുന്നു. ഒരു കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ലീവ് എടുക്കേണ്ട കാര്യമുണ്ടോ? ആനന്ദേണ്ണല്ലേ കല്യാണ ചെറുക്കന്, ആനന്ദേണ്ണ വല്ല ലീവ് എടുത്താൽ എന്താ കുഴപ്പം? ഞാൻ തന്നെ ലീവ് എടുക്കണമെന്ന് എന്നാ നിർബന്ധം എന്ന് ചോദിക്കുക. ആകാശ് പറഞ്ഞു, എന്ത് മീനു, ഞാനിപ്പോ എന്ത് പറയാനാ? ഇതേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ എത്ര സത്യാന്നറിയോ? നേരത്തെ പറയായിരുന്നവര് ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയെന്ന്. മോളെ, അതിന്റെ വില എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഇപ്പൊ ആകാശാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പലചരക്കടയിൽ പോയില്ലെങ്കിൽ 2 ദിവസം പോയില്ലെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല എന്ന് പറയാം. ആകാശിന് ഭയങ്കര വിഷമമായിപ്പോയി. മീനാക്ഷി അങ്ങനെ പറഞ്ഞേ. മീനാക്ഷി ദേഷ്യം കൊണ്ട് പറഞ്ഞ. ആകാശ് പറഞ്ഞു, ഓഹോ, അപ്പൊ ഇപ്പൊ ഞാനൊരു പലചരക്ക് കടക്കാനായതാ നിന്റെ കുഴപ്പത്തിന്റെ എല്ലാം കാരണമല്ലേന്ന് ചോദിക്കും. അതല്ല ആകാശേട്ടാ, പറയുന്നതിന്റെ സെൻസ് എടുക്ക്. എന്റെ അവസ്ഥ എന്താ ഒന്നും മനസ്സിലാക്കാത്തെ? ഞാൻ എത്രമാത്രം വിഷമിക്കുന്നാണെന്ന് അറിയാവോ? ഇവിടെ എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ നടന്നാൽ മതി, എന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഇതില്ല. അല്ല, എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഭർത്താവാണ്, ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയണം. എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം അടുക്കളയില് ശ്രീകളെ തിരക്കിട്ട് ജോലിയിലായിരുന്നു. അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ട് വന്നു. ശ്രീദേവി എന്നിട്ട്, അമ്മ എന്തെടുക്കുവാന്ന് ചോദിക്കാണ്. അതെ, അടുക്കള കുറെ ജോലികളുണ്ട്, ഇങ്ങോട്ട് വാ, നിന്നെ കുറച്ച് പാചകം പഠിപ്പിക്കാണെന്ന് പറയണം. പാചകോ? അതെ, ഇന്ന് നമുക്കൊരു ചെറിയ സദ്യ ഉണ്ടാക്കാന്ന് പറയണം. സദ്യ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ വലിയ പാചകറാണിയാണെന്നൊക്കെയാ ഞാൻ ആ ഗോമതിയോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അമ്മേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ, അറിയത്തില്ലാത്ത കാര്യങ്ങള് നമ്മൾ പഠിക്കണം, മനസ്സിലായല്ലോ? നീ വന്ന് ഉണ്ടാക്കാൻ പറയണം. അവസാനം ശ്രീദേവി പറഞ്ഞ, അമ്മ അത് വേണോന്ന് ചോദിക്കണം. അത്യാവശ്യം സാമ്പാറും അവയിലും അങ്ങനെ സാധനങ്ങളെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് പാചകം അറിയാന്ന് വീമ്പിളക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേന്ന് ചോദിക്കുവാണ്. അവസാനം ശ്രീദേവിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുവാണ്. ശ്രീകല പറഞ്ഞു പെറുക്കി. അവസാനം ശ്രീദേവി ഒരു തരത്തിലെല്ലാം ഒപ്പിച്ചു വെക്കുവാണ്. അങ്ങനെയെല്ലാം ആഹാരമെല്ലാം ഉണ്ടാക്കി പെറുക്കി ഡൈനിങ് ടേബിളെ കൊണ്ടേ വെക്കുവാണ്. അപ്പോഴേക്കും ഉദയഭാനു അങ്ങോട്ട് വന്നു. ഫുഡ് ആയാലും ചോദിച്ചിട്ടുണ്ട്. അതെ, ആയി, ഇന്ന് മോളുടെ വക സദ്യ എന്ന് പറയണം. ആഹാ, കൊള്ളാം, കുറെ നാളായി ഒരു സദ്യ കഴിക്കണമെന്ന് ആലോചിച്ചിട്ട്. അപ്പൊ നീയും കൂടെ കൂട്ടായിരിക്കും ഉണ്ടാക്കിയല്ലേന്ന് ചോദിക്കുക. ഞാനോ? ഞാൻ കൂടിയൊന്നുമില്ല, ഇന്നെല്ലാം മോള് തന്നെ ഉണ്ടാക്കിയതാന്ന് പറയും. ഇവള് തന്നെയോ? അങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഉദയേട്ടൻ കഴിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം.
ശ്രീദേവി പറഞ്ഞു അതെന്താ അച്ഛനെ കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കി അച്ഛന് ഇഷ്ടപ്പെടില്ല എന്ന് ചോദിക്കാം. അയ്യോ ഇന്നാളൊരു പുട്ടുണ്ടാക്കി കഴിച്ചതിന്റെ കേടുത്ത് വരെയായിട്ട് മാറിയിട്ടില്ല. അതുപോലെ സദ്യ ഉണ്ടാക്കി വെച്ചാലേ എനിക്ക് വേണ്ടാന്ന് പറയാണ്. അത് കേട്ടതും ശ്രീദേവി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ശ്രീകല പറഞ്ഞു അച്ഛന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കുമോളെന്ന് പറയണം. അങ്ങനെ ശ്രീദേവി ശ്രീവിദ്യ ശ്രീകല എല്ലാരും കൂടെ കൂടിയിട്ട് ഉദയവന്റെ ബലമായിട്ട് പിടിച്ചു നിർത്തി. പിന്നീട് ശ്രീദേവി എന്ത് ചെയ്യുകയാണ്, ഉണ്ടാക്കിയ ഒരിച്ചിരി രസം എടുത്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഇത് കുടിച്ച് പുളു കാരണം വായി വെക്കത്തില്ല. ആ സമയത്ത് ഉദയഭാനുവിന്റെ നവരസങ്ങളൊക്കെ വിരിയുവാണ്. ഉദയഭാനു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതാണോടി രസം എന്ന് ചോദിക്കുക. എന്താച്ചാ ശരിയായില്ലെന്ന് ചോദിക്കാം. ഓ ഇത് ഒന്നൊന്നര രസമായിപ്പോയി. ശ്രീദേവി ദൈവത്തെ ഓർത്ത് അവിടെ പോയി ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. ഇങ്ങനെ എങ്ങാനും ഉണ്ടാക്കി കൊടുത്താൽ ആദ്യ ദിവസം തന്നെ നീ ആ വീട്ടിൽ നിന്ന് പുറത്താണ്ട് വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു അച്ഛനും അമ്മയും കൂടെ അല്ലേ എനിക്ക് എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞേ, അതുകൊണ്ട് അനുഭവിച്ചാലും പറയണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന പോലെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ കുഞ്ഞിനെ മുതൽ എന്തേലും എന്നെ പഠിപ്പിക്കണമായിരുന്നു പറയണം. ഇത് കേട്ട ശ്രീകല പറഞ്ഞു ഇപ്പൊ കുറ്റം എന്റേതായി പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.